എല്ലാവർക്കും കർഷകരോടൊപ്പം എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കസ്റ്റമറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഈ ഡ്രമ്മിൽ ഈ മാവുകളും അതുപോലെ തന്നെ പ്ലാവും റംബൂട്ടാനൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം ചോദിക്കേണ്ടത്. കാരണം അദ്ദേഹം ഇതുപോലെയുള്ള ചെറിയ തൈകളാണ് ഡ്രമ്മിൽ വെക്കാനായിട്ട് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഡ്രമ്മിൽ നമ്മൾ ചെറിയ തൈ വെക്കുകയാണെങ്കിൽ നമുക്ക് കായ്ച്ച് കിട്ടാനായിട്ട് 3 വർഷം കൂടെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഏകദേശം 3 വർഷം ആയ ചെടിയാണ് നമ്മൾ ഡ്രമ്മിൽ വെക്കുന്നതെങ്കിൽ നമുക്ക് വെച്ച ഉടനെ തന്നെ കായ്ച്ച് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിലുള്ള കായ്ഫലം, അതായത് ഒരുപാട് കായ്ഫലം ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കരുത്. ചെറിയ തരത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെടിയിൽ നിന്നും കായ്ഫലം ലഭിക്കൂ. ശരിക്കും മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലെയുള്ള നല്ല തളിരിടുകയും അതുപോലെ നല്ല പൂക്കുല ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. ഇത് ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട അതായത് നമ്മുടെ നാട്ടുമാങ്ങയുടെ ഇനത്തിൽപ്പെട്ട മാവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചക്കരക്കുട്ടി. ഇതാണ് ആ ഒരു ചെറിയ മാങ്ങയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെടികളാണ് നമ്മൾ ഈ ഡ്രമ്മിലേക്ക് വെക്കേണ്ടത്. പപ്പായ നിറയെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നല്ല മഴ കാരണം ഇല ഒക്കെ ഫംഗസ് വന്നിരിക്കുകയാണ്. പ്ലാവിൻ്റെ തൈകൾ ഇത് ചെറിയ തൈകളാണ്, അതായത് 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തന്നെയാണ് വിയറ്റ്നാം സൂപ്പർ ഏർലിയാണ്. പക്ഷേ ഇത് നമ്മൾ ഡ്രമ്മിൽ വെക്കുന്നതിനെക്കാട്ടും നല്ലത് മണ്ണിൽ വെക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ചെറിയ പ്ലാവിൻ തൈ ഉപയോഗിക്കാൻ നല്ലത്. നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ 1.5 ആൾ പൊക്കത്തിലില്ല നല്ല പ്ലാവിൻ തൈ ഇവിടെയുണ്ട്, അതും വിയറ്റ്നാം സൂപ്പർ ഏർലിയാണ്. ഇതുപോലെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ ഈ വർഷം തന്നെ നമുക്ക് ചക്ക കായ്ച്ച് കിട്ടും. അതുപോലെ തന്നെ 2 ആൾ പൊക്കത്തിലുള്ള മാവിൻ തൈകളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് എല്ലാം ഇതുപോലെ പാക്കറ്റിലാണ്. നമ്മളൊരു പ്രദേശം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വനം ഇല്ലാത്തൊരു പ്രദേശം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വനം ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഇത് കാലാപ്പാടി മാവാണ്. കാലാപ്പാടി മാവ് 2-3 തവണയായിട്ട് പൂവിടും. അപ്പോൾ ഇത് മഴയത്തും പൂവിട്ടിട്ടുണ്ട്. ഇത് 3 വർഷമായ J33, അതുപോലെ തന്നെ കംബോഡിയ, അതുപോലെ വിയറ്റ്നാം സൂപ്പർ ഏർലി, അതുപോലെ തന്നെ വിയറ്റ്നാം റെഡ് പ്ലാവുകളാണ്. ഇതും നമുക്ക് അതായത് നമുക്ക് ഡ്രമ്മിലേക്ക് നടാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചെടികളൊക്കെ ഡ്രമ്മിലേക്ക് നടുമ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ 1-2 വർഷത്തിനുള്ളിൽ തന്നെ കായ്ഫലം ലഭിക്കും. കാരണം ഇത് ഏകദേശം കായ്ക്കാറായ ചെടികളാണ്. ഇതൊക്കെ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷം കഴിയുമ്പം ഇതുപോലെ ഇത്രയും വലിപ്പം ഉണ്ടാവും ഏകദേശം. ഇത് കംബോഡിയൻ ഓറഞ്ചാണ്. കംബോഡിയൻ ഓറഞ്ച് നമ്മുടെ ഇതിൻ്റെയാണ്, ഹോംഗ്രോണിൻ്റെ തൈയാണ്. അപ്പോൾ അതാണോ, ഇതൊരു 3 വർഷമായി നല്ല അതായത് വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്ലാവാണ്. അതേ പ്ലാവ് തന്നെ ഡ്രമ്മിൽ വെച്ചതാണിത്, 3 വർഷമായതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡ്രമ്മിൽ വെക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഡ്രമ്മിൽ വെച്ചാൽ നമുക്ക് ഇത് ശരിയായിട്ട് ഈ ഒരു ചെടി വളരില്ല. കാരണം ഇതിനാകെ ഒരു 25-30 വർഷമാണ് നമുക്ക് കായ്ഫലമൊക്കെ ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ സ്ഥലമില്ലാത്തവർക്ക് നമുക്കിതുപോലെ ഡ്രമ്മിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാന്റേഷൻ നടത്തിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ പ്രിയൂർ മാവാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നടുമ്പോൾ അടിവളമായിട്ട് എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും ചാണകപ്പൊടിയും മാത്രമാണ് കൊടുക്കുക. മറ്റ് വളങ്ങൾ, അതായത് വളങ്ങളൊന്നും, അതായത് ജൈവവളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വളമൊന്നും കൊടുക്കില്ല. കാരണം അത് 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചെടിക്ക് വളം കൊടുക്കുക. കാരണം നടുമ്പം നമുക്ക് ആവശ്യമുള്ളത് വേര് മുളക്കാനുള്ള ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഈ ഒരു ചെടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സംഭവിച്ച ട്രാജഡി എന്ന് പറഞ്ഞാൽ പന്നി ശല്യം. ഇതാണ്ട് പന്നി അത് കിളച്ച് മറിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് ആഴത്തിലായതുകൊണ്ട് തന്നെ അതിന് നടന്നില്ല. അതിൻ്റെ കാൽപ്പാടുകളൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് തെങ്ങിൻ തൈകളും ഈ ഒരു പ്രദേശത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ നടുമ്പോൾ ശ്രദ്ധിക്കുക. ഇതിപ്പം പന്നിക്ക് ഇതിലേക്ക് ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരവസ്ഥയായതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കുന്നത്. പരമാവധി പന്നി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എന്നിട്ട് വേണം ഈ പ്ലാന്റേഷനൊക്കെ നടത്താനായിട്ട്. പന്നി ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് ഗംഗാബോണ്ടം, അതുപോലെ തന്നെ രാംഗംഗ തെങ്ങുകളാണ്. നമുക്ക് കാണാം, ഈ ഒരു ദൃശ്യത്തിൽ കാണാം, ഇതിൻ്റെ ഓരോ പട്ടയും ഒക്കെ വേറെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പുതിയ പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ദിശകളിൽ, അതായത് നേരെ വെക്കുക. തൈകളൊക്കെ നേരെ കറക്റ്റ് അകലത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്ലാന്റ് കാണാനും, അതായത് ഈ പ്ലാന്റേഷൻ ചെയ്ത് കാണാനും നല്ല രസമുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ അകലവും ഇതൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കർഷകരോടൊപ്പം എന്ന പരിപാടിയിലെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത ആഴ്ച വരാം. അതുവരേക്കും ബൈ.